ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു ഓൺ വോയിസുള്ള വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് അങ്ങിരുന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എൻ്റെ വീട്ടിലെ ഗ്യാസ് തീർന്നു. അങ്ങനെ പകുതി സന്തോഷവും പകുതി ദുഃഖമായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ വെച്ച അപ്പത്തിൻ്റെ മാവെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഇവിടെ ഒരാൾ ബ്യൂട്ടീഷ്യൻ ചെയ്തുകൊണ്ട് നിൽക്കുക. അങ്ങനെ രാവിലെ കൊണ്ടുപോയി അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി കൊണ്ടുവരികയായിരുന്നേ. ഇത് ഞങ്ങളുടെ അനിയത്തിയാണ്. എൻ്റെ വീഡിയോ എടുക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓട്ടമാണത്. അങ്ങനെ അവൾ കൊണ്ടുവന്ന അപ്പവും ദോശക്കല്ലിലുണ്ടാക്കിയതുകൊണ്ടാണ് ഇത് അപ്പം തന്നെയാണ്. അങ്ങനെ അപ്പവും അവളുണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് കറിയാണേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡൈനിങ് ടേബിളൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എത്ര വൃത്തിയാക്കിയാലും ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ ഇതേ അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഫ്രൂട്ട്സൊക്കെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള അവസ്ഥയാണിത്. ഇത് എത്ര നേരം ഉണ്ടായിരിക്കുമെന്ന് എനിക്കതുപോലെ അറിയില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. വീട്ടിൽ ഇന്ന് കുക്കൊന്നും ചെയ്തില്ലെങ്കിൽ പാത്രത്തിന് ഒരു കുറവുമില്ല. ഒന്ന് ഫ്രിഡ്ജ് തുറന്നാൽ തന്നെ കിട്ടും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് പാത്രങ്ങൾ. അപ്പോൾ അതൊക്കെ കഴുകി സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ തന്നെ എൻ്റെ പകുതി ആശ്വാസമായി. പൊതുവെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു കുളിയൊക്കെ കുളിച്ച് ഇരുന്നപ്പോഴത്തേക്കും അതാ കുറേ സാധനങ്ങളായിട്ട് നനഞ്ഞ് കയറി ഒരാൾ വരിക. അപ്പോൾ അത് നോക്കിയപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നേ. ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നേ. ഇത് ഞാൻ മാത്രമല്ല കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ, ഞങ്ങൾ 2 പേരും കൂടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ മത്തായതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നതിലെന്നുള്ള ഒരു മാംഗോ ജ്യൂസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. പക്ഷെ അത് ഫുള്ള് ഞാൻ കണ്ടില്ല. പകുതി എത്തിയപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് പോയി. കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങിച്ച കുറേ ചെടികളൊക്കെ നടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടാൻ വേണ്ടിയിട്ട് മടി പിടിച്ചിരുന്ന എൻ്റെ ഭർത്താവിനെയും കുത്തിപ്പൊക്കിക്കൊണ്ട് ഞാൻ ചെടി നടാൻ പോയി. തള്ള വൈബായെന്നാണ് തോന്നുന്നത് ഫ്രണ്ട്സ്. കാരണം ചെടികളോടൊക്കെ നല്ല രീതിയിൽ ഇഷ്ടങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ചെടിയൊക്കെ നട്ടതിന് ശേഷം സാമ്പ്രാണി കത്തിച്ച് വെച്ചു. ഇത് നല്ലതാണ്, വീടിനകത്ത് നല്ല മണം ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കത്തിച്ചു. പിന്നെ രാത്രിയിലൊന്നും ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഈ ഒരു ഐസ്ക്രീമും ഈ ഒരു ആപ്പിളും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.